കഴിഞ്ഞ 4 വർഷത്തിന് ഇപ്പുറം ഞാൻ പഞ്ചായത്ത് മെമ്പറായ സമയത്ത് ആദ്യമേ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ പ്രയോജനം ചെയ്യുന്ന തരത്തിൽ ഒരു ആരോഗ്യ സ്ഥാപനം, അതും വളരെ കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ ഉള്ളൊരു സ്ഥാപനം നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത്, ഈ തൊഴിലാളികൾ അധിവസിക്കുന്ന ഈ നാട്ടിൻപുറത്ത് തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതിൻ്റെ എല്ലാം പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കി. അതിൻ്റെ ഏകദേശം എത്ര രൂപ വരും എന്ന് നമ്മൾ ആലോചിച്ചു. അതിനെ സംബന്ധിച്ചുള്ള സ്ഥലവും കെട്ടിടവുമെല്ലാം നമ്മൾ എവിടെ തുടങ്ങണമെന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സുരേഷ് പുല്ലമ്പാറ ഈ ഒരു കെട്ടിടം, ഇതുപോലെയുള്ള ഒരു ആരോഗ്യ സ്ഥാപനം തുടങ്ങാൻ അവർ കുടുംബാംഗങ്ങളെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറാകുകയും അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ ജനകീയ ഹൈടെക് ലാബ് നിർമ്മാണം തുടങ്ങിയതും ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. VS മുഖ്യമന്ത്രി ആയപ്പോൾ 5 ദിവസം പ്രവർത്തിക്കാനായി. ആ സമയത്താണ് പ്രിയപ്പെട്ട KC വേണുഗോപാൽ ചേർന്നകേട് നമ്മൾ അദ്ദേഹം അന്ന് ആലപ്പുഴയുടെ MLA ആണ്. അങ്ങനെ പ്രവർത്തിച്ചു. അവിടുന്ന് കിട്ടിയ സ്റ്റാഫിൽ ഇപ്പോൾ കിട്ടിയ ആ ചെറിയ പെൻഷൻ തുക ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ വയോജനങ്ങൾക്കും എല്ലാം, അതിന് ഒരു വീട്ടിൽ 2-ൽ കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ലാബിലെ നിരക്കുകൾ. പകുതി പൈസയ്ക്ക് എല്ലാത്തരം പരിശോധനകളും നടത്താൻ കഴിയും. കിടപ്പ് രോഗികൾക്ക് സൗജന്യമായി വീടുകളിൽ പോയി നമ്മൾ സാമ്പിളുകൾ ശേഖരിച്ച് അവരുടെ റിസൾട്ട് എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രായം കഴിയുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെല്ലാം നമ്മളെ പിടിപെടുന്നത്. ആ സമയത്താണ് നമ്മുടെ എല്ലാവരുടെയും പിറന്നാൾ ദിനത്തിൽ ഒരു പിറന്നാൾ സമ്മാനമായി പ്രത്യേക പാക്കേജ് നമ്മുടെ ഈ ലാബിലുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് പിറന്നാൾ ദിനത്തിൽ വന്ന് നിങ്ങളുടെ മുഴുവൻ പരിശോധനകളും നടത്താൻ നമുക്ക് കഴിയും. 5 വർഷത്തിലധികം പ്രായോഗിക പരിചയമുള്ള ടെക്നീഷ്യന്മാരാണ് നമ്മുടെ ഈ ലാബിൽ പരിശോധനകളെല്ലാം നടത്തുന്നത്. VSൻ്റെ പേരിൽ ഇവിടെ രതീഷ് ഒരു ലബോറട്ടറി തുടക്കം കുറിച്ചിരിക്കുക. അത് ഈ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളിയും കുടുംബശ്രീ അംഗങ്ങളും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുമായ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്യമമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ഒരുപാട് പേർക്ക് സഹായമെത്തിക്കുക. ഒരു പഞ്ചായത്ത് ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ പ്രദേശത്തെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമായിട്ടാണ് രതീഷിൻ്റെ ഈ പരിശ്രമത്തെ കാണുന്നത്. അതിന് അദ്ദേഹം നേതൃത്വം കൊടുത്തതിനെ അഭിനന്ദിക്കാൻ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്.